ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതോടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സീസി പ്ലാന്റ് ആണ്. അതിൻ്റെ ഗ്രീന് ഷെയ്ഡും പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടി പിടിച്ചിട്ടുണ്ട് അല്ലേ, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെയൊന്നും ആവാറില്ല. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഒരു പഴയൊരു സോക്സ് എടുത്തിട്ട് ഇതിലത്തെ ഈ രണ്ട് പ്ലാന്റിൻ്റെയും ലീഫ് എന്ത് ചെയ്യാണ്, നല്ല രീതിക്കൊന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കേണ്ടതുണ്ട്, ക്ലീനാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സാധാ നോർമൽ വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ അതൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും പ്രാണികളുടെ ഈച്ച പോലുള്ള പ്രാണികളൊക്കെ ഈ സീസി പ്ലാന്റിലൊക്കെ വന്നിരിക്കാറുണ്ട്. ഒരു വലിയൊരു തരത്തിലൊരു ഈച്ചയുണ്ട്. അത് ചില സമയത്തൊക്കെ ഞാൻ ഈ പ്ലാന്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോകാനായിട്ടും അതിൻ്റെ ശല്യം ഇല്ലാണ്ടിരിക്കാനൊക്കെ നമുക്ക് വേപ്പെണ്ണൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുന്നേയും ഞാനൊരു സീസി പ്ലാന്റിൻ്റെ വീഡിയോ പ്രൊപ്പഗേഷനൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉറുമ്പ് വന്നിട്ട് നമ്മുടെ പ്ലാന്റ് ചീത്തയായിട്ട്, നമ്മുടെ ഇതിനൊരു ബൾബാണല്ലോ, കിഴങ്ങാണല്ലോ ഉള്ളത്. അപ്പോൾ അത് എന്താ പറയുക, അതൊക്കെ ചീത്തയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, 3 ആഴ്ചയോളമായിട്ടുണ്ടാവും ഈ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷേ നല്ല രീതിക്ക് തന്നെ നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട്, അതായത് ഒരുപാട് കെയറിങ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് നല്ല ഹെൽത്തായിട്ട് സീസി പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, സീസി പ്ലാന്റിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേപ്പെണ്ണ ഫെർട്ടിലൈസർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ സാധാ നോർമൽ വാട്ടർ വെച്ചിട്ട് ഇതേപോലെ പൊടികളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ലീഫ് നല്ല ഗ്ലേസിങ് ആയിട്ടും നല്ല ഭംഗിയിലൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അറ്റത്ത് 2 ലീഫ്, ഒന്ന് ഒരു മുറിഞ്ഞ പോലെയുണ്ട് ഒരു ലീഫ്, അത് കാരണം ഞാനിത് കട്ട് ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും ഈ സീസി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല കരുത്തായിട്ടുള്ള ലീഫ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ചെറിയൊരു പോട്ടിലോട്ട് മാറ്റി നടാവുന്നതാണ്. ഞാനിപ്പോൾ ഏതായാലും ഈ പ്ലാന്റ് നമ്മളിപ്പോൾ ലീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു പോട്ടിംഗ് മിക്സ് എന്ത് ചെയ്യാണ്, ഒരു കത്തി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജൈവമായിട്ട് എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഈ 2 ലീഫ് ഒന്നിച്ച് എന്ത് ചെയ്യണം, ഇതേപോലെ ഇവിടെ നടുകയാണ് ചെയ്യണത്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് വാട്ടർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ച കൊണ്ട് തന്നെ ഈ ലീഫ് വേര് പിടിച്ചിട്ട് കാണാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വേറൊരു ചിരട്ടയിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടിലോ ആയിട്ട് ചകിരിച്ചോറിൽ മാത്രമായിട്ട് നട്ടാലും പെട്ടെന്ന് തന്നെ ഈ ഒരു ലീഫിന് റൂട്ട്സൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ DAP സാധാരണ എല്ലാവരും പറയും ഫ്ലവറിങ്ങിനാണ് DAP എന്നുള്ളത്. പക്ഷേ ഞാനിത് സീസി പ്ലാന്റിന് മാത്രമല്ല വേറെയും കുറേ പ്ലാന്റിന് ഞാൻ DAP പോലുള്ള ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവറിങ് ഉണ്ടാവും എന്നാണ് സാധാരണ കുറേ യൂട്യൂബർമാരും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പറയുന്നുണ്ട്, DAP ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവറിങ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ കുറച്ച് മുന്നേ പീസ് ലില്ലിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ലീഫിന് നല്ലൊരു പച്ചപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില ലീഫൊക്കെ നല്ല വലുപ്പത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് DAPയുടെ ഒരു ചേഞ്ചസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ എന്താ പറയുക, ഈ സീസി പ്ലാന്റിന് DAP ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിന് നല്ല രീതിക്ക് നല്ല കരുത്തിൽ വളരാറുണ്ട്, പുതിയ ലീഫുകൾ വരാറുണ്ട്. പിന്നെ അതേപോലെ ഉള്ള ലീഫിന് നല്ല ഒരു കളറ് തോന്നാറുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും നല്ല രീതിക്കൊരു ഗ്ലേസിങ് ഒക്കെ തോന്നാറുണ്ട്. അപ്പോൾ സീസി പ്ലാന്റിന് DAP യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് മുന്നേ ഇട്ട് കൊടുത്ത കാരണം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കെമിക്കലായതുകൊണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഈ 2 പോട്ടിലും നല്ല രീതിക്കൊന്ന് നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.